ഇന്നത്തെ വീഡിയോ നാരങ്ങ മഞ്ഞയ്ക്ക് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ബോട്ടിൽ നിറയ്ക്കുന്നത് മുതൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വരെയുള്ളതാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നാരങ്ങ അച്ചാർ ഇടുമ്പോൾ ഞങ്ങൾ രണ്ട് രീതിയിലിടും. ഒന്ന് മഞ്ഞയ്ക്കിടും, ഒന്ന് ചുമപ്പ് കളറിലും ഇടും കേട്ടോ. അപ്പോൾ മഞ്ഞയ്ക്കും ചുമപ്പിനും ഒരുപോലെ ആവശ്യക്കാരുണ്ട്. രണ്ട് അച്ചാറും ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. മഞ്ഞയ്ക്ക് കൊണ്ടുവരാൻ പറയുന്നവരുണ്ട്, ചുമപ്പിൽ കൊണ്ടുവരാൻ പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 5 രൂപ പാക്കറ്റിൻ്റെ അച്ചാർ ഇടുന്നുണ്ട്. അത് മാങ്ങയും നാരങ്ങയും മാത്രമാണ് ഇടാറുള്ളത്. അത് മഞ്ഞ അച്ചാർ നമ്മൾ 5 രൂപ പാക്കറ്റിൽ നിറയ്ക്കാറില്ല കേട്ടോ. അത് ചുമപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോയും വരും ദിവസങ്ങളിൽ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അലുമിനിയം ഫോയിൽ. കുപ്പിയിൽ നമ്മൾ അച്ചാറിൻ്റെ ബോട്ടിൽ നിറച്ചതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ്, ചൂട് വെച്ച്. അതായത് നമുക്ക് മെഷീൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സാധാ ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. അത് ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല, നല്ലതുപോലെ ഉറച്ചിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ അലുമിനിയം ഫോയിൽ ഒട്ടിച്ച് അതിൻ്റെ കുപ്പിയുടെ അടപ്പ് വെച്ച് അടച്ച് നമ്മൾ കടകളിലേക്കായിട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാ ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്, അലുമിനിയം ഫോയിൽ ഒട്ടിക്കുന്നത് കേട്ടോ. അതും കൂടെ വെച്ചില്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ ഇതുപോലും വയ്ക്കാറില്ല. അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഷീറ്റ് മേടിച്ചതിൻ്റെ മുകളിലൂടെ വെച്ച് അത് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ മുകളിൽ കൂടെ ഒരു വെള്ള ഷീറ്റ് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം അതിൻ്റെയും മുകളിലൊരു വെള്ള ഷീറ്റ് വെച്ച് ഒട്ടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കടക്കാർക്ക് അറിയാമായിരുന്നു, ആദ്യമായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണെന്നും ഒക്കെ കടക്കാർക്ക് അറിയാം. എന്നിട്ടും അവർ ഞങ്ങളുടെ അച്ചാർ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നും നല്ല രീതിയിൽ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും പുറത്ത് പോവില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉറച്ചിരുന്നോളും. അതിനുശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ച് നല്ല ഭദ്രമായിട്ട് മുറുക്കി അടയ്ക്കണം. നല്ല ബലത്തിൽ നല്ല മുറുക്കി അടച്ച് വെച്ചിരുന്നാൽ കാറ്റ് കയറത്തില്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അച്ചാറുകളെല്ലാം മാങ്ങ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞിനെ നോക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാങ്ങ, നാരങ്ങ മാത്രമാണ് കേട്ടോ. അതിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മഞ്ഞ അച്ചാർ. നമ്മൾ ഒരുപാടൊന്നുമല്ല, കസ്റ്റമർ ചോദിക്കുന്നത് അനുസരിച്ച് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. എത്ര കടക്കാരാണോ വിളിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമേ മഞ്ഞ അച്ചാർ ഇടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞ അച്ചാറിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ ഏട്ടൻ അച്ചാർ കൊണ്ട് പോകാൻ വന്ന സമയത്ത് എനിക്ക് ജോലി തീർന്നില്ലാത്തത് കൊണ്ട് ഏട്ടൻ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റിക്കർ അച്ചടിക്കുന്ന കടയൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇന്നും വേറെ വേറെ ബോക്സിലായിട്ട് അടുക്കിയിട്ടാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുപോവേണ്ട